കൊച്ചി കൊച്ചിയിൽ ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതായത് കൊടുമ്പിരി കൊണ്ട പോസ്റ്റർ വിവാദം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോസ്റ്റർ പോര് നടക്കുകയാണ് ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും തമ്മിൽ. അപ്പം ഈ പറയുന്നത് പോലെ കാര്യത്തിലൊന്നും ഒരു തീരുമാനം എത്തുന്നില്ല. വളരെ ഒരു നാണം കെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. ഈ കൊച്ചിയിലെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രധാനമായി വടംവലി നടക്കാനുള്ള കാരണം രണ്ട് നേതാക്കന്മാരാണ്. ആ രണ്ട് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ പ്രധാനമായും തലമുതിർന്ന നേതാക്കന്മാർ, അതായത് കോൺഗ്രസിന്റെ ഒരു മുഖ്യധാരയിൽ നിൽക്കുന്ന VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള വടംവലിയിലാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പോലും ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥ കിടക്കുന്നത്. അവിടെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് കിട്ടുമോ ഇല്ലയോ, മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു വലിയ ആശയക്കുഴപ്പം അവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കണമെന്ന് പറയുന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കണമെന്ന് പറയുന്ന ആവശ്യം VD സതീശനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആരാണ് വലിയവൻ എന്ന് പറയുന്ന ഒരു അധികാര തർക്കത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ശരിക്കും കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി ദീപ്തി മേരി വർഗീസ് വന്നിരുന്നാലും മുഹമ്മദ് ഷിയാസ് വന്നിരുന്നാലും വലിയ മെച്ചമുണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പലരും, ഡൊമിനിക് പ്രസന്റേഷൻ ആയിരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു MLA, അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ ഡൊമിനിക് പ്രസന്റേഷന് എതിരെയാണ് 2016 KJ മാക്സി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ വിജയിച്ചത്. അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു 1086 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് KJ മാക്സി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത്. ഇത്തവണ പരിശോധിക്കുമ്പോൾ ഇത്തവണ വീണ്ടും 2021 KJ മാക്സി ഏകദേശം വിജയിച്ചിരിക്കുന്നത്, അതായത് ടോണി ചെമ്മണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരായി അദ്ദേഹം നേടിയിരിക്കുന്നത് ഏകദേശം 14,079 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇത് ശക്തമായ നിലയിലാണ്. അപ്പൊ ഇതിന്റെ വോട്ടിംഗ് പെർസെന്റേജ് നമ്മൾ കണക്കാക്കുമ്പോൾ KJ മാക്സി ആദ്യവട്ടം 2016 ഏകദേശം 38.76%, അതിന്റെ 38.3 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വോട്ട് പെർസെന്റേജ് ആണ്, വോട്ട് വിഹിതമാണ് KJ മാക്സി നേടിയെടുത്തത്. അപ്പൊ ആ സമയത്ത് പിന്നെ ഈ പറയുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ഏകദേശം 37.82, ഏകദേശം 1% വ്യത്യാസം മാത്രമേ ഇവർ തമ്മിൽ ആ സമയത്ത് വോട്ട് ഇതിന് കാര്യത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതേസമയം ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2021 KJ മാക്സി വീണ്ടും മത്സരിക്കുമ്പോൾ KJ മാക്സി അന്ന് 42% മുകളിൽ വോട്ട് നേടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ 54,632 വോട്ടുകൾ ഈ KJ മാക്സി നേടിയപ്പോൾ 40,553 വോട്ടുകൾ മാത്രമാണ് ടോണി ചെമ്മണി എന്ന് പറയുന്ന നേതാവിന് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ, അതായത് കഴിഞ്ഞ തവണ. എന്നാൽ ഈ പറയുന്ന KJ മാക്സി അവിടെ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. KJ മാക്സി അവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമെന്നോണം ഒരു MLA-യുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെ KJ മാക്സി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാം വിവാദമായ തുരുത്തിയിലെ ഇരട്ട ഫ്ലാറ്റ്, അത് പിന്നെ ആ സമയത്ത് ആരായിരിക്കും അതിന്റെ അല്ലെങ്കിൽ അതിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ഒരു അധികാര തർക്കവും അതിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധികളും ഒക്കെ ഇവർക്ക് അന്ന് ആ സമയത്ത് ഈ തുരുത്തി ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടതാണ്. പിന്നെ വിശപ്പ് രഹിത കൊച്ചി എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ പറയുന്ന KJ മാക്സിയുടെ ഇതിൽ നടപ്പിലാക്കിയാണ്. ബ്രേക്ക് ത്രൂ എന്നും പറഞ്ഞുകൊണ്ട് വെള്ളക്കെട്ടിന് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ഈ പറയുന്ന കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന KJ മാക്സിയുടെ ഒരു വികസന നയമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന നേതാവ് അവിടേക്ക് വരുമ്പോൾ ഈ മുഹമ്മദ് ഷിയാസിന് എതിരായി ശക്തമായ ഒരു വികാരം അവിടെ DCCക്കുള്ളിൽ തന്നെ ഉണ്ട്. അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർക്കാർക്കും ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനോട് താല്പര്യം തന്നെയുമല്ല ഈ KJ മാക്സി ഈ ഷിയാസ് ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾ, പിന്നെ പട്ടിപിടുത്തം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെരുവുനായ ശല്യം, അതോടൊപ്പം തന്നെ മലിനീകരണ പ്രശ്നം. ഇപ്പൊ മലിനീകരണ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊച്ചി നഗരസഭയിലെ ഇത് മാറിക്കഴിഞ്ഞപ്പോൾ, നഗരസഭയിലെ നേതൃത്വം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ വീണ്ടും എനിക്ക് മിനിമോൾ അല്ലേ ഇപ്പൊ അവിടെ നഗരസഭ നോക്കുന്നത്, അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാര്യമാണ്. അത് ഇടതുപക്ഷം കൊച്ചി നഗരസഭ ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പം അങ്ങനെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ മലിനീകരണ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞു. അത് വസ്തുതയാണ്. അപ്പൊ അതിനുശേഷം വന്ന ഈ പുതിയ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊച്ചി നഗരസഭ, കൊച്ചിൻ കോർപ്പറേഷനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
പിന്നെ തന്നെയുമല്ല ലത്തീൻ കത്തോലിക്കരുടെ ഒരു വല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെയുള്ള വോട്ടുകൾ ധാരാളമായി അവർക്ക് ആവശ്യമുള്ള ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് വളരെ ശക്തമായി രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അവർക്ക് ആവശ്യമുള്ള നേതാക്കന്മാരെ വളരെ കൃത്യമായി വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കൊച്ചി എന്ന് പറയുന്ന മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കൂടി ജനസമ്മതനായ ഒരാൾ വേണം എപ്പോഴും അവിടെ മത്സരിക്കേണ്ടത്. അക്കണക്കിൽ നോക്കിയാലും ഇത്തവണയും KJ മാക്സി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രാധാന്യം അവിടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ തന്നെയല്ല, ഇപ്പൊ 2 തവണ മത്സരിച്ചു, വീണ്ടും 3ാമത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് തീർച്ചയായിട്ടും KJ മാക്സിയിലേക്ക് എത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇവിടെ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വടംവലിയുടെ പ്രശ്നം മാത്രമാണ്. അവിടെ മുഹമ്മദ് ഷിയാസ് മത്സരിച്ചു കഴിഞ്ഞാൽ ഷിയാസിനെതിരായ ഒരു വലിയ വികാരം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കിയ മണ്ഡലം പ്രസിഡന്റുമാര്, DCC ജനറൽ സെക്രട്ടറിമാര് തുടങ്ങിയവരൊക്കെ ഞാൻ DC ജനറൽ സെക്രട്ടറി എന്ന് ഒരാളെ പറഞ്ഞാൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറിമാരെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെല്ലാവരും കൂടി ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അത് മാത്രമല്ല, ഈ മുഹമ്മദ് ഷിയാസ് മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് ഉള്ള എതിർപ്പ് കൃത്യമായി എഴുതി ഹൈക്കമാൻഡിനെ സമർപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പോലും അവിടുത്തെ കോൺഗ്രസിനകത്ത് പോലും മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനോട് അതിശക്തമായ എതിർപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവിടെ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ കെ സുധാകരൻ മത്സരിക്കുന്നു. കെ സുധാകരൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് വീണ്ടും കെ സുധാകരന് അവിടുന്ന് ഒരു ആശങ്ക, അത് നടപ്പിലാകൂ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്ക. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ VD സതീശന് എതിർപ്പ് പറഞ്ഞു. ഞാൻ അതുപോലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പം സ്വന്തം നേതാക്കന്മാരെയും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചും ആൾക്കാരെ ഇറക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ തന്നെയുമല്ല, ഈ പറയുന്ന പോലെ ഇവിടെ പലയിടങ്ങളിലും ഈ പറയുന്ന പോലെ ഒരു ജാതീയമായ സാമുദായിക സമവാക്യങ്ങൾ പലയിടത്തും വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയം കൂടിയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അവിടെ സാമുദായിക സമവാക്യങ്ങൾ കൂടി പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം സാമുദായിക സമവാക്യങ്ങൾ ഇവിടെ മുഹമ്മദ് ഷിയാസിന്റെ കാര്യത്തിൽ വർക്കൗട്ട് ആവില്ല എന്നുള്ള വസ്തുതയാണ്. നമ്മൾ പറയില്ലേ, ലത്തീൻ കത്തോലിക്കർ ആണ് അവിടെ ഏറ്റവും ഒരു ഡൊമിനൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ നിൽക്കുന്നത്. അപ്പൊ അവർക്കിടയിലേക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഇസ്ലാമായ ഒരാളെ അവിടെ ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമുദായിക സമവാക്യത്തിന്റെ ഒരു വേർതിരിവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ് അവർ പൊതുവിൽ അവിടെ ഉയരുന്ന ഒരു. അപ്പൊ ഇപ്പൊ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് ചാൻസ് കൊടുക്കുന്നത് എപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴാണല്ലോ. പക്ഷെ രണ്ടുപേരും അല്ല, ഇപ്പൊ ഇവര് രണ്ടുപേരിൽ ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ? മുഹമ്മദ് ഷിയാസിന് തന്നെയാണ്. തള്ളിപ്പോകാൻ സാധ്യതയുള്ളത് ദീപ്തി മേരി വർഗീസിനാണ്. പക്ഷെ ഇവർ രണ്ടുപേരും പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. പോസ്റ്റർ പോരെ നടന്നുകൊണ്ടിരിക്കുക. രണ്ടുപേരും പോസ്റ്റർ അടിച്ചു വെച്ചിട്ടുണ്ട്. ദീപ്തി യാത്ര നമ്പറുണ്ട്, ദീപ്തി മേരി വർഗീസിന്റെയും മുഹമ്മദ് ഷിയാസിന്റെ വേറെ പോസ്റ്ററും അവരെ പ്രചരിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരിൽ ആരൊട്ടിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേസ്റ്റും ഫ്ലോപ്പായിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല. സത്യം കോമഡി ഇത് മാത്രമല്ല, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് എന്നാ പറ്റി. കാര്യം ഇത്തവണ കൂടി കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നേ. മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് ഇനി ഒരു വലിയ കൊഴിഞ്ഞുപോക്കിനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാകാൻ പോവാ. എവിടെയാണ് ഇവരെല്ലാം പോയി അടിയുന്നത്? ഇവർക്കെല്ലാം ഇപ്പൊ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് NDA എന്ന് പറയുന്ന മുന്നണി വളർന്നുകൊണ്ടിരിക്കുക. ഈ വിമതപ്പെട നമ്മൾ ആലോചിക്കും, വിമതന്മാരെ കൂടിക്കൊണ്ട് ഇപ്പൊ ജോസഫ് വാഴയ്ക്കന് സീറ്റില്ല, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ അവിടെ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ ധാർഷ്ട്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എൽദോസ് കുന്നപ്പള്ളിക്ക് ജോസഫ് വാഴയ്ക്കൻ ഇങ്ങനെ തുടങ്ങി ഒരു പരിധി വരെ നിരവധി നേതാക്കന്മാരാണ്. എനിക്ക് തോന്നി ഇപ്പൊ ഏകദേശം കേരളത്തില് ഇപ്പൊ നിലവിലത്തെ കണക്കുകൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ 10ഓളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരാനാണ് സാധ്യത. ഏറ്റവും കുറഞ്ഞത് 10ഓളം വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് മുക്തി നേടി പതുക്കെ ഇവിടേക്ക് വരും. ഈ 10 പേര് എവിടേക്ക് പോവാന്നറിയാമോ? ഈ 10 പേരും ഇപ്പോഴും നമുക്ക് നോക്കിയറിയാം NDAയുടെ പലയിടങ്ങളിലും സീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. ഈ 10 പേരും നേരെ ചെന്ന് കയറുന്നത് BJP പാളയത്തിലാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇനിയിപ്പം 2020 സീറ്റ് പ്രഖ്യാപിച്ചത് അതിൽ പലർക്ക് 2 പേർക്ക് 2 മത്സരാർത്ഥികളായ സിനിമാ നടിമാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ വോട്ടില്ല. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ഇവരെ മാറ്റിക്കൊണ്ട് അടുത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ സമയത്ത് ഇവർക്ക് പോസിബിലിറ്റി ഉണ്ട്, മത്സരിച്ചാൽ മതിയെന്നേ. ഇതൊരു വലിയ, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടേണ്ടി വരുമ്പോൾ അവർ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെ പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്. ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഇവർക്കില്ല. എന്തിനാണ് ഈ കിടന്ന് പെടാപ്പാട് വിടുന്നത്? ഇവരിപ്പോഴും പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം, അധികാരം കിട്ടും.
അധികാരം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ആ പിന്നെ ഭരണപക്ഷത്തില്ല. അതാണ് അവരുടെ പ്രശ്നം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് ഭരണമില്ലായ്മയിലേക്കാണ്. അത് സ്വാഭാവികമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്ക് എന്താണ്? ഇവര് ഭരണത്തിന് വേണ്ടി, ഭരണം കിട്ടാൻ വേണ്ടി കിടന്ന് കടിപിടി കൂടുന്നവരാണ് എന്ന് പറയും. ഭരണം കിട്ടിയാൽ ഇവർ തമ്മിലടിച്ച് പിരിയും എന്ന് പറയുന്ന ജനതയിലേക്ക് ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിനൊരു പിന്നെ മറുപുറം എന്ന് പറയുന്നത് ഇല്ല. ഇനി എത്രയൊക്കെ പൊതിഞ്ഞു വെച്ചാലും ഈ പറയുന്ന പോലെ ഇവരുടെ ഈ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു തർക്കം, സംഘടനാപരമായ തർക്കങ്ങൾ നാളെ വീണ്ടും പുറത്തേക്ക് വരും. ഇത് ഉറപ്പാണ്. അപ്പൊ BJPക്ക് അത് കൂടുതൽ ശക്തി പകരാനേ ഇത് ഉതവുള്ളൂ. ഈ പറയുന്ന പല നേതാക്കന്മാരും BJPയിലേക്ക് തന്നെ നോട്ടമിട്ടിരിക്കുക. കാര്യം എന്താന്ന് പറഞ്ഞാൽ BJPയിലേക്ക് പോയാൽ ഇപ്പം അങ്ങോട്ടേക്ക് പോയ പലർക്കും ഇന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം CC3 അടക്കമുള്ളവർക്ക് BJP സീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ചെന്ന് ചേരാൻ പറ്റിയ ഒരു ഇടമായി അവർ BJPയെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോകുന്നതിനെ ഭയപ്പാടോട് കൂടി തന്നെ വേണം കാണേണ്ടത്. ഇപ്പൊ നമ്മള് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇല്ലാതാവുന്നതിനോട് നമുക്കാർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ സത്യാവസ്ഥ. ഇത് ഈ പൊട്ടന്മാർ മനസ്സിലാക്കുന്നില്ല. ഈ കോൺഗ്രസ്സുകാർ, ഈ നേതാക്കന്മാർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സതീശൻ ഇഷ്ടപ്പെടുന്നവരെ ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെടില്ല, ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെ സതീശൻ ഇഷ്ടപ്പെടത്തില്ല. ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നവരെ KC വേണുഗോപാലിന് ഇഷ്ടപ്പെടില്ല. ഇതാണ് ഈ ഇതിനകത്തിലെ സ്ഥാനാർത്ഥി എണ്ണത്തിൽ വന്ന പാകപ്പിഴ. അതുകൊണ്ടാണല്ലോ കൊച്ചിയിൽ ഇത്രത്തോളം ദുർബലമായി പോകുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ തർക്കം നിൽക്കുന്ന സാഹചര്യം ഇവിടെ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ലാതെ KJ മാക്സിയെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കി. വേറെ ആരും അതിന് എതിർപ്പ് പറഞ്ഞുകൊണ്ട് വന്നില്ല. ഒരു യുവനാഥ് നേതാവ് പോലും ഞാൻ രാജിവെക്കുകയാണ്, എനിക്ക് സീറ്റ് കിട്ടാത്തത് പറഞ്ഞിട്ട് പോയിട്ടില്ല. ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വന്ന ഈ ഒരു സാഹചര്യം ഇവിടെ പിന്നെ CPM-ൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ G സുധാകരനും നമ്മുടെ TK ഗോവിന്ദൻ മാസ്റ്ററും കുഞ്ഞികൃഷ്ണ സഖാവുമാണ് പോയതെങ്കിൽ ബാക്കി ഇവിടുന്ന് എത്ര പേരാണ് പോകുന്നത്? എൽദോസ് കുന്നപ്പള്ളിയും പ്രമുഖരായ എൽദോസ് കുന്നപ്പള്ളിയും ജോസഫ് വാഴക്കനും അടക്കം ഇപ്പൊ തന്നെ 7 പേരോളം ഈ ഒരു പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. ഇനി നാളെ കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നു. ഇതിങ്ങനെ വരുമ്പോ എത്ര പേര് നാളെ ഇനിയിപ്പോ അടൂർ പ്രകാശ് മാറില്ല ആര് കണ്ടു? UDF-ന്റെ കൺവീനർ ആണെന്നേ. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികളിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൊച്ചി ഒരു വലിയ വിവാദമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത.